എടാ നീ സ്കൂളിൽ പോവാണോ? അല്ലടാ, യൂണിഫോം ഇട്ട് കറങ്ങാൻ പോവാ. എന്നിട്ട് നീ എങ്ങനെ പാസ്സാവും? എൻ്റെ ഭാഗ്യം കൊണ്ടല്ലേ ബ്രോ. ഇവൻ്റെ ബുദ്ധി കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ലക്ഷങ്ങളോളം വ്യൂസ് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന AI ബേബി വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ A to Z പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതുമായിക്കോട്ടെ, ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതായിരിക്കും. സോ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. അതുപോലെ തന്നെ ഹൈ പോയിന്റ്സ് സഹായിക്കുക. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ ഹൈ പോയിന്റ്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഹൈപ്പ് ദ വീഡിയോ എന്ന് കാണാം, അല്ലെങ്കിൽ ഹൈപ്പ് എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് ചെയ്യേണ്ട മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാനും മറക്കണേ, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ പറഞ്ഞില്ല അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറി ആവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റോറിയിൽ ആരൊക്കെ ഉണ്ട്, അതുപോലെ ഏതൊക്കെ കൊച്ചുകുട്ടികളുണ്ട്, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. സോ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടൂൾ ആവശ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റോറിയാണ്. സോ അതിനായിട്ട് നമ്മൾ സ്റ്റോറി എടുക്കാനായിട്ട് ChatGPT ഞാൻ മെയിൻലി സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൗഡോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ജെമിനിയോ, നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ChatGPT ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടേതായുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ലൈക്ക് എനിക്കിപ്പോൾ ഒരു സ്റ്റോറി വേണം, ഒരു കൊച്ചുകുട്ടിയുടെ സ്റ്റോറി ആയിരിക്കണം, അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടി അമ്മയായിരിക്കണം, അല്ലെങ്കിൽ കൊച്ചുകുട്ടി സ്കൂളും ആയിരിക്കണം, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയും കുട്ടിയുടെ ഫ്രണ്ടും ആയിരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ ഞാനിവിടെ എനിക്കൊരു ഐഡിയയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ChatGPT ചോദിക്കുകയാണ്, ഐ നീഡ് 5 AI ബേബി സ്റ്റോറി പ്രോംപ്റ്റ്. ഓക്കെ, ഞാനിവിടെ തൽക്കാലത്തേക്ക് ഷോർട്സ് ആണ് ക്രിയേറ്റ് ആക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ രൂപത്തിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സ്റ്റോറി ടോട്ടൽ നമുക്കൊരു 20 സെക്കൻഡ് ക്രിയേറ്റ് ചെയ്യാം. 20 സെക്കൻഡ്സ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാനങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു 10 AI സ്റ്റോറി തരാമോ, ബേബി AI സ്റ്റോറി. സോ നിങ്ങളുടെ രീതി നിങ്ങൾ കൊടുത്താൽ മതി, അപ്പോൾ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്റ്റോറി തന്നിട്ടുണ്ട്. പക്ഷേ 10 സ്റ്റോറി തന്നിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഒരെണ്ണത്തിലൂടെ താല്പര്യം തോന്നിയിട്ടില്ല. ഇതൊക്കെ കൊള്ളാം. ബേബി മാജിക് വിത്ത് ബേബിയും കാണാതെ നക്ഷത്രവും, അതൊക്കെ ഒരു സ്റ്റോറി ബേസിൽ അങ്ങനെ പോകുന്നൊരു കഥയാണ്. പക്ഷേ എനിക്കൊരു രസകരമായുള്ള ഫണ്ണി ടോക്സിനായിട്ട് ഞാൻ ബേബിയും ആൻഡ് ഹെർ ഗേൾ ഫ്രണ്ടുമാണ് ചോദിക്കുന്നത്. ഹെർ എന്നിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ബേബി ചിലപ്പം ഗേൾ ആയിരിക്കാം. ഓക്കെ, സോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ സെൻഡ് ഓപ്ഷൻ കൊടുക്കാം. സെൻഡ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ കാണാം അതേന്നതിൻ്റെ ഇപ്പോൾ കാണാൻ പറ്റും. ബേബി 1ഉം ബേബി 2ഉം ആണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കൂളിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ പല തരത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ്, നമുക്കിനി പ്രോംപ്റ്റ് ചോദിക്കാം. ഓക്കെ, ഐ നീഡ് പ്രോംപ്റ്റ്. ഞാനിവിടെ 10 സെക്കൻഡ് വെച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടൂൾ അടിപൊളിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ടൂൾ ഒറ്റയിൽ തന്നെ 20 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ആകാൻ പറ്റുമെന്ന് അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിൽ 10 സെക്കൻഡ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അടിപൊളി ടൂളും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഐ നീഡ് പ്രോംപ്റ്റ് 1 by 1 ടോട്ടൽ 20 സെക്കൻഡ്സ് അടിക്കുന്നുണ്ട്. 20 സെക്കൻഡ്സ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അടിക്കാണ്ട് പറ്റുന്ന 20 സെക്കൻഡ്സ് അടിച്ചിട്ട് അപ്പോൾ തരുന്നതായിരിക്കും. ഓക്കെ, 10 വെച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാണ്ട് പറ്റുന്നതായിരിക്കും. ഇത് ആദ്യത്തെ 10 സെക്കൻഡാണ്, രണ്ടാമത് 10 സെക്കൻഡാണ്. സോ ആദ്യത്തെ 10 സെക്കൻഡിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് നമ്മൾ ചോദിക്കണം. അതുകൊണ്ട് തന്നെ ബേബി 1 അവതാർ പ്രോംപ്റ്റ്. ഓക്കെ, അവതാർ പ്രോംപ്റ്റ് എന്ന് ചോദിക്കുക. അതായത് ബേബിയുടെ ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ChatGPT സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ബേബിയുടെ അവതാർ പ്രോംപ്റ്റ്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ നമ്മുടെ ChatGPT ന്യൂ ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം ഈ ഒരു പ്രോംപ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് സെക്കൻഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബേബി പ്രോംപ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, സോ രണ്ടും അടിപൊളി ബേബിയാണ് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ദെൻ നമ്മുടെ ആ ഒരു ബേബിയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാരക്ടർ വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ വിസിബിൾ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു സംഭവം സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതും നമുക്ക് ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. സോ ഇത് രണ്ട് ക്രിയേറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഒരു സ്റ്റോറി വരുന്നുണ്ട്, ആ സ്റ്റോറി നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ട്, നേരെ നമ്മൾ ടൂൾ എടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു പിക്ചറും അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടെന്ന് നമ്മളൊരു സ്റ്റോറി പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേബി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാൻ ലോഡാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ബേബി. ഓക്കെ, സോ രണ്ടും പെൺകുട്ടിയാണ് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അടുത്തത് കൊടുക്കാം. ഇത് ഫസ്റ്റത്തെ ബേബി, ഇതിന് വരുന്നത് സെക്കൻഡത്തെ ബേബിയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു പ്രോംപ്റ്റിലെ ആ ഒരു കഥ ഇവിടെ കാണാൻ പറ്റും.
രണ്ട് കഥയാണ് വരുന്നത്. നീ എന്താ ഇത്ര സുന്ദരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊച്ചു കള്ളൻ. കുഴപ്പമില്ല. അപ്പം നമുക്ക് പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് വന്നതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം, ദെൻ ടൂർ എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ 2 പേര് വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സേവ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്തതിലോട്ട് പോവാം. അതിനുശേഷം സേവ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ YT ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പക്ഷേ മെയിൻലി നമ്മൾ ഇതുപോലത്തെ പിക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊക്കെ ക്യാരക്ടർ ചേഞ്ചോ ഇൻകൺസിസ്റ്റൻറ്റ് ക്യാരക്ടറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിൾ ആപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഗൂഗിൾ ഫ്ലോ അതൊക്കെ സെയിം തന്നെയാണ്, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ജെമിനി യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ടൂളാണ്. ഞാൻ മെയിൻലി എല്ലാ വീഡിയോയും ക്രിയേറ്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്യാം. ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് NoteGPT എന്ന് പറഞ്ഞ ടൂളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് വീഡിയോ ജനറേറ്റർ ആണ്. ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും വീഡിയോ ജനറേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AI വോയിസ് ജനറേറ്റർ, AI ഇമേജസ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ആവുന്നത് ഏജൻറ്റ് വരുന്നത് ജെമിനി ഒമിനിയാണ്. നമുക്ക് മാറ്റാനായിട്ടൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, സിഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സിഡാൻസ് 2.0 ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ജെമിനി ഒമിനി മതി. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും റഫറൻസ് സ്ഥാനത്ത് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് 2 ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രോംപ്റ്റ് വേണം. ആ ഒരു പ്രോംപ്റ്റ് എടുക്കാനായിട്ട് എൻ്റെ ChatGPT എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റോറിലെ പ്രോംപ്റ്റ് ഉണ്ട്, അതൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്ക് ചെയ്തു. അതിനുശേഷം എന്താ ഇവിടെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും ജനറേറ്റ് വീഡിയോ. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കിടക്കുന്നത് 16:9 റേഷ്യോ ആണ്, 6 സെക്കൻഡ് ആണ്. അതൊന്ന് മാറ്റേണ്ടി വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ വരുന്നത് കോമൺ പോർട്രേറ്റ് ആണ്, അതായത് ഷോർട്സ് രൂപത്തിലാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ 10 സെക്കൻഡ്സ് ആണ് നമ്മൾക്ക് വീഡിയോ വേണ്ടത്. പിന്നെ ജനറേറ്റ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജനറേറ്റ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ക്യൂവിൽ ആഡായിട്ട് വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ടൂൾ തന്നെയാണ് ഞാൻ മാക്സിമം എല്ലാ വീഡിയോസിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മാക്സിമം 10 സെക്കൻഡ് വീഡിയോയും എന്താണ് ഷോർട്സും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് ഇതിനകത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ജനറേറ്റ് ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് പ്രോംപ്റ്റ് ഉണ്ട്, അതൊന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് വീഡിയോ വന്നിട്ട് അടുത്തത് നമുക്ക് ചെയ്യാം. ഓക്കെ, ആക്ച്വലി നമുക്കിവിടെ വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അതിനെ ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് വീഡിയോ, ഫസ്റ്റത്തെ വീഡിയോ. നീ ഇന്നെന്താ ഇത്ര സുന്ദരി? അത് ഞാൻ ഇന്നലെ കുളിച്ചത് കൊണ്ടാ. ആ ഒരു സ്മൈൽ കണ്ടില്ലേ ലാസ്റ്റത്തെ ആ ഒരു കറക്റ്റ് ആ ഒരു ബേബി ആ ടൈപ്പാണ് സ്മൈൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് രണ്ടാമത്തെ വീഡിയോ നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ ആക്ച്വലി ഇവിടെ 2 വീഡിയോയും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, അതായത് 2 ഷോർട്സും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. കൺസിസ്റ്റൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഷോട്ടാണ് ഇൻഷോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമല്ലോ, സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അതിന് ന്യൂ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. സോ ഞാനിവിടെ 2 വീഡിയോ സെലക്ട് ചെയ്യാണ്ട് പോവാണ്. ഓക്കെ, അതായത് എനിക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി തോന്നിയിട്ടുള്ള 2 വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷനായിരിക്കും വരുന്നത്. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയതാണ്, അങ്ങനത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ റേഷ്യോ നല്ല സെറ്റായി കൊടുക്കുക. അതിനുശേഷം സൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, 2ൻ്റെ സൗണ്ട് കൂട്ടി കൊടുക്കുക. അങ്ങനെ കാണിച്ചു തരാം ഒന്ന്. നീ ഇന്നെന്താ ഇത്ര സുന്ദരി? അത് ഞാൻ ഇന്നലെ കുളിച്ചത് കൊണ്ടാ. അപ്പൊ നീ ദിവസവും കുളിക്കാറില്ലേ? അത് ചോദിക്കേണ്ട ചോദ്യാണോ? ഓ സോറി. ആദ്യം ഒരു ചോക്ലേറ്റ് ഇതാ. സോ അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് എഡിറ്റിംഗ്സുകളൊക്കെ വരുത്താം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ദെൻ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ യൂട്യൂബ് ആണോ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങൾ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ വളരെ സിമ്പിളാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് ഇതേ സെയിം ഫോർമാറ്റ് യൂസ് ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ അവതാർ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ക്രിയേറ്റ് ആയി കൊടുക്കുക. ദെൻ ആഡ് ചെയ്യുക. വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പ്രോംപ്റ്റ് കൊടുത്താലും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രം
മാത്രമുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. സോ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ടും നിങ്ങൾക്ക് വീഡിയോസും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇനി കുറച്ച് സജഷൻസും വന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻഡിങ് ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായമുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കാൻ മറക്കേണ്ട. പിന്നെ യൂസ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ മികച്ച അടുത്ത വീണ്ടും കാണുന്നത്. സീ ഗൈസ്.